നമ്മൾ പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്, എന്നെ കൊണ്ട് കഴിയില്ല അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റൂല എന്നൊക്കെ പറയും. മലയാളത്തിൽ പറയുന്ന ഒരു സംഭവമാണ്. അതെങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ? ഒരു ഉദാഹരണത്തിന് മലയാളത്തിൽ പറയും പോകാൻ കഴിയില്ല എന്നറിയും. അതുപോലെ തന്നെ പഠിക്കാൻ കഴിയില്ല, സഹായിക്കാൻ കഴിയില്ല, വിശ്വസിക്കാൻ കഴിയില്ല, അതുപോലെ തന്നെ പഠിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയാറുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള ഒരു പദമാണ് കാണ്ട് എന്നാണ് പറയാ. കനോട്ടിന്റെ ഷോർട്ടാണ് കാണ്ട് എന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കുക. അപ്പോ ഐ കാൺ ഗോ, എനിക്ക് പോകാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഐ കാൺ ടേക്ക്, എനിക്ക് എടുക്കാൻ കഴിയില്ല. കഴിയില്ല എന്ന് പറയാം, സാധിക്കില്ല, പറ്റില്ല എന്നുള്ള അർത്ഥം എന്ന് പറയുന്നത് ലഭിക്കുന്നതാണ്. ഷീ കാൺ ബിലീവ്, അവൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ദേ കാൺ സ്റ്റഡി, അവർക്ക് പഠിക്കാൻ കഴിയില്ല. ഷീ കാൺ സിംഗ്, അവൾക്ക് പാടാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ കാണ്ടിന്റെ അർത്ഥം വരിക കഴിയില്ല, പറ്റില്ല, സാധിക്കില്ല എന്നുള്ള അർത്ഥമാണ് ലഭിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് എന്ന് പറയുന്നത്, നിനക്ക് വിജയിക്കാൻ കഴിയില്ല എന്നുള്ളത് ഇംഗ്ലീഷിൽ പറയാന്നുള്ളത് ജസ്റ്റ് കമന്റിൽ ഒന്ന് അറിയിക്കാം. ഈ രീതിയിലുള്ള ഇംഗ്ലീഷ് ടിപ്സിനായിട്ട് എന്ന് പറയുന്നത് ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്.